നമസ്കാരം. ഇന്നൊരു സിനിമ കണ്ടു, ബേബി ഗേൾ. ബോബി സഞ്ജയ് ഇവരുടെ സ്ക്രിപ്റ്റ് നമുക്ക് പറയേണ്ടതല്ലേ. ഇവർക്ക് ഇത്തരം സ്ക്രിപ്റ്റുകൾ ചെയ്യാൻ കഴിയൂ എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുന്നു. ലിസ്റ്റിൻ സ്റ്റീഫനാണ് ഇതിൻ്റെ നിർമ്മാതാവ്, അരുൺ വർമ്മ ഇതിൻ്റെ സംവിധായകൻ. സിനിമ പറഞ്ഞു വെക്കുന്നത് ഒരു ഹോസ്പിറ്റലിൽ ഒരു കുട്ടിയുടെ മിസ്സിംഗ് ആണ്. പ്രസവത്തിന് ശേഷം ഒരു കുട്ടിയെ കാണാതാവുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് കഥ മുന്നോട്ട് പോകുന്നത്. പക്ഷേ സിനിമ ഒരു സെക്കൻഡ് പോലും ലാഗ് ചെയ്യുന്നില്ല എന്നതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. എനിക്ക് തോന്നുന്നു 2 മണിക്കൂറാണ് സിനിമകൾ. ഫസ്റ്റ് ഹാഫ് ആയത് അറിഞ്ഞില്ല. ഫസ്റ്റ് ഹാഫ് ആയപ്പം നമ്മൾ തന്നെ ഫസ്റ്റ് ഹാഫ് ആയല്ല, ഇടവേളയിൽ നിന്ന് എഴുതുമ്പോൾ ഫസ്റ്റ് ഹാഫ് ആയത് തോന്നിയത്. ആ രീതിക്ക് ലാഗ് ചെയ്യാതെ ഒരു 5 മിനിറ്റ് ഉണ്ട്. തുടക്കത്തിൽ ഒരു 5 മിനിറ്റിന് ശേഷം നമ്മൾ സിനിമയിലേക്ക് ഇന്നാവുകയാണ്. ആ ഇന്നാകിയാൽ നമ്മൾ ഇടവേള വരെ സിനിമയ്ക്കുള്ളിൽ നിന്ന്, പിന്നെ ഇടവേള കഴിഞ്ഞ് കയറുമ്പോൾ വേറെയാണ്. പക്ഷേ ഇടവേള വരെ നമ്മൾ സിനിമയിൽ ഇന്നായിട്ട് ഒരു വലിയ ഒരു അന്വേഷണത്തിലേക്ക് പോകുന്ന ഒരു സിനിമ. ഈ സിനിമ പറഞ്ഞു വയ്ക്കുന്നത് മാതാപിതാക്കൾ പൂർണ്ണമായിട്ടും ഈ സിനിമ കാണണം. മാതാപിതാക്കൾ സിനിമ കാണണം, കുട്ടികളുമായിട്ട് പോയി സിനിമ കാണണം. അതിൻ്റെ കാരണം, നമ്മുടെയൊക്കെ കുട്ടികൾ അന്യ സംസ്ഥാനങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ അയക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ ചിലപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് അയക്കും, കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് അയക്കും. നമ്മുടെ കുട്ടികളൊക്കെ പഠിക്കാൻ പോകുമ്പോൾ അവരെക്കുറിച്ച് നമ്മൾ എപ്പോഴും അന്വേഷിക്കണം. ഈ സിനിമയിലൊരു മെസ്സേജാണ് കേട്ടോ. ആ കുട്ടികൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ, ആ കുട്ടികൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, ആണായാലും പെൺകുട്ടിയാണെങ്കിലും, അത് മാതാപിതാക്കൾ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബേബി ഗേൾ എന്ന സിനിമ മാതാപിതാക്കൾ കാണേണ്ട സിനിമയാണ്. കുട്ടികളുമായിട്ട് പോയി കാണും. എന്ന് വെച്ചാൽ പ്രായപൂർത്തിയായ കുട്ടികളുമായി തന്നെ പോകണം. ചെറിയ കുട്ടികൾ വേണ്ട എന്നല്ല, പ്രായപൂർത്തിയായ കുട്ടികൾ കൂടെ പോകണം. പഠിക്കാൻ പോകുന്ന കുട്ടികളെ കൊണ്ട് ഈ സിനിമ കാണിക്കണം. നമ്മുടെ കുട്ടികൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, എങ്ങനെയാണ് പഠിക്കാൻ പോകുമ്പോൾ എന്താണ് അവരുടെ ലൈഫ്, എങ്ങനെയാണ് അവരുടെ ജീവിതം, കോളേജിൽ തന്നെ ഉണ്ടോ അതോ പറയാൻ പറ്റില്ല. അപ്പോൾ ആ രീതിക്ക് മാതാപിതാക്കൾ കാണേണ്ട സിനിമ. അത്തരമൊരു മെസ്സേജ് ഈ സിനിമ തരുന്നുണ്ട്. സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ സിനിമ തുടങ്ങുന്നത് തന്നെ ഒരു കുട്ടിയെ കാണാതാവുന്നു ആശുപത്രിയിൽ നിന്നും. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട പോലീസിൻ്റെ ഒരു അന്വേഷണമാണ്. കേരള പോലീസിന് ഒരു ബിഗ് സല്യൂട്ട്. കാരണം കേരള പോലീസ് പല സമയങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, പോലീസിൽ വേണ്ടത്ര ആളുകളില്ല ഒരു കേസ് അന്വേഷിക്കാമെന്ന് പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഒരു മുഖ്യമന്ത്രിയുടെ ഡ്യൂട്ടി വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് പോലീസ് പോകും. VIP-യുടെ ഡ്യൂട്ടി വന്നാൽ പോലീസിൻ്റെ സന്നാഹം മൊത്തം അവിടെയായിരിക്കും. അപ്പോൾ ഇത്തരം കേസുകൾ അന്വേഷിക്കാൻ പോലീസ് ഇല്ലാതെ വരുന്നതിൻ്റെ ഒരു കുറവ്, അത് മെയിൻറ്റെയിൻ ചെയ്ത് പോലീസ് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് കേരള പോലീസ് ഒരു ബിഗ് സല്യൂട്ട് എന്ന് പറയുന്നത്. അങ്ങനെ കുട്ടിയെ കാണാതാവുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം വന്നു. നിവിൻ പോളി സർവം മായത്തിന് ശേഷം നിവിൻ പോളിയുടെ അടുത്തൊരു സിനിമ ഹിറ്റിലേക്ക് പോകുന്നു എന്ന് ഓർക്കുമ്പോൾ സന്തോഷമാണ്. നിവിൻ പോളി ആ രീതിക്ക് അഭിനയിച്ച് കാണിച്ചിട്ടുണ്ട്. കാരണം നിവിനിലേക്ക് ഒരു സംശയമുനയിൽ പോകുന്നു. പിന്നെ നിവിൻ ആണോ ഇതിൻ്റെ ഈ കുട്ടിയെ മാറ്റിയതെന്നുള്ള സംശയത്തിലേക്ക് പോകുന്നു. സിനിമ കണ്ടാലേ തീരുമാനിക്കാൻ പറ്റുള്ളൂ. പിന്നീട് നിവിനുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം, നിവിൻ അന്വേഷണത്തിൽ ഇറങ്ങുന്നു. അങ്ങനെ പല രീതിക്ക് പല ടെസ്റ്റുകളാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്ഥലത്തല്ല സിനിമ കൊണ്ടുപോകുന്ന യാത്ര ചെയ്യിക്കുന്നത്. അങ്ങനെ ഈ സിനിമ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഇന്ന് വരെ കാണാത്ത സംഗീത് പ്രതാപ്, ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല സംഗീത് പ്രതാപിൻ്റെ സിനിമകളിൽ. സംഗീത സിനിമ കണ്ടാകുമ്പോൾ ചിരിക്കാനുണ്ടാവും. പക്ഷേ ഈ സംഗീതിൻ്റെ സിനിമ കാണുമ്പോൾ നമുക്ക് ഒന്ന് നെഞ്ചിടിക്കും, ഒന്ന് കരയും, ഒന്ന് കണ്ണുനീർ ഉണ്ടാവും. ഒരു സഹോദരനുമായുള്ള ആത്മബന്ധം, ആ സഹോദരിക്കുണ്ടാവുന്ന വിഷയത്തിൽ സഹോദരൻ ഹെൽപ്പ് ചെയ്യാൻ പോകുമ്പോൾ ഉണ്ടാവുന്ന അനുഭവങ്ങൾ, ഒരു കുടുംബത്തിൽ നിന്നും സ്വന്തം വീട്ടുകാരെ ഉപേക്ഷിക്കേണ്ട വരുന്ന സാഹചര്യം, ഉപേക്ഷിക്കാൻ പെടുമ്പോൾ എന്താണ് അനുഭവിക്കുന്നതെന്ന സാഹചര്യം, ഇതൊക്കെ നടക്കുന്ന സംഭവങ്ങളാണ് സിനിമയാക്കി വെച്ചിരിക്കുന്നത്. ആ സിനിമയാക്കുമ്പോൾ, സിനിമാറ്റിക് ആകുമ്പോൾ നമുക്കറിയാമല്ലോ എത്രമാത്രം ഫീലോട് കൂടിയാൽ ഈ സിനിമ കാണാൻ കഴിയുള്ളൂ. അങ്ങനെ സിനിമ ഫസ്റ്റ് ഹാഫിലേക്ക് ഭയങ്കര ഫാസ്റ്റായിട്ട് പോയിട്ട് ഞാൻ പറഞ്ഞ ഇടവേള ആവുന്നത് എങ്ങനെയാണെന്നറിയില്ല. ഇടവേള കഴിഞ്ഞിട്ട് വീണ്ടും ഈ സിനിമ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ക്ലൈമാക്സിലേക്ക് കൊണ്ടുപോകുന്നു. നമ്മൾ ഈ ക്ലൈമാക്സ് പ്രതീക്ഷിക്കുന്നില്ല, ആരും പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ. കയ്യെത്താ ദൂരത്തല്ല എന്ന് പറയുന്ന പോലെ പ്രതികളുണ്ട്, ഇപ്പോൾ പിടിക്കും എന്നോർക്കുമ്പോൾ പക്ഷെ അവിടെ നിന്ന് മാറുന്നു. അപ്പോൾ നമ്മൾ ത്രില്ലടിക്കും, അയ്യോ എങ്ങനെയാവും ഈ സംഭവം. അപ്പോൾ തിയേറ്ററിൽ അനക്കമില്ലാതിരിക്കുകയാണ്. കാരണം ചില സ്ഥലങ്ങളിൽ കയ്യടി വരുന്നുണ്ട്, ചില ദിവസം ചിരി വരുന്നുണ്ട്. പക്ഷേ നമ്മളിങ്ങനെ പ്രതീക്ഷ തരുവാണ്, ഇതെവിടെ എത്തും, പോലീസ് എവിടെ എത്തും, അല്ലെങ്കിൽ മറ്റുള്ളവർ എവിടെ എത്തും എന്നുള്ള പ്രതീക്ഷ തരുന്ന ഒരു സിനിമ. ഈ ലിജോ മോൾ
സംഗീതിൻ്റെ ഒപ്പം ഉള്ള അഭിനയത്തിൽ ലിജോ മോളുടെ അഭിനയം. ലിജോ മോൾ ഒത്തിരി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, പല വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്, അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ ഒരു നടിയാണ്. ആ ലിജോയുടെ ഒരു അഭിനയം ഈ സിനിമയിൽ കാണുമ്പോൾ ഒരു സ്ത്രീകൾക്ക് കണ്ണു നിറയും. സ്ത്രീകൾ, ഒരു കുട്ടിയെ നോക്കുന്ന ഒരമ്മ, അല്ലെങ്കിൽ ഒരു കുട്ടിയെ കിട്ടുമ്പോഴുള്ള ഒരു സന്തോഷം ഒരു അമ്മയ്ക്കുണ്ടാകില്ലേ, ആ ഒരു കഥാപാത്രം ലിജോയുടെ കൈകളിൽ ഭദ്രമാക്കി തന്നിട്ടുണ്ട്. അപ്പം അത്തരം ഒരു കഥാപാത്രം ലിജോ ചെയ്തിട്ടുണ്ട്. പറഞ്ഞ പോലെ സംഗീതും ലിജോയും ഒരുമിച്ച് അഭിനയിക്കുന്ന ആദ്യ സിനിമ അതിഥി രവിക്ക് കൊടുത്ത കഥാപാത്രം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു സ്വാഭാവികമായി നമ്മൾ വാർത്തകൾ കണ്ടുപോയിട്ടുണ്ട് അല്ലേ. കുട്ടികളെ മിസ്സാവുന്നു, ഇത് ആരാണ് ഈ കുട്ടികളെ, നമുക്കറിയാലോ, കുട്ടികളെ മോഷ്ടിക്കുന്ന ഒരു ഗ്യാങ്ങുണ്ട്, കുട്ടികളെ മറച്ചു വയ്ക്കുന്ന ഗ്യാങ്ങുണ്ട്, പണത്തിന് വേണ്ടി കുട്ടികളെ കൊടുക്കുന്ന ഗ്യാങ്ങുണ്ട്. ആ പണം സമ്പാദിക്കുന്ന വേണ്ടി നമ്മൾ പണ്ടൊക്കെ കണ്ട സിനിമകളിൽ പണം സമ്പാദിക്കുന്ന കുട്ടികളെ തട്ടിക്കൊണ്ട് പോയിട്ട് പണം വേണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയും ഇതിനകത്ത് കാണിക്കുമ്പോൾ അങ്ങനെയാണോ സംഭവിക്കുന്നത് നമ്മൾ ചിന്തിച്ചു പോകുന്നു. പക്ഷേ ഒരിക്കലും നമ്മളെ പല രീതിക്ക് യാത്ര ചെയ്യിപ്പിക്കുകയാണ് സിനിമ, പക്ഷെ നമുക്ക് എവിടെ എത്തിപ്പെടാൻ പറ്റുന്നില്ല. പക്ഷെ ലാസ്റ്റ് ടൈറ്റിൽ ബേബി ഗേൾ എന്ന് എഴുതി കാണിക്കുമ്പോഴൊരു കയ്യടി ഉണ്ടല്ലോ തിയേറ്ററിൻ്റെ ഉള്ളിൽ. ടൈറ്റിൽ ഏറ്റവും അവസാനം എഴുതി കാണിക്കുക, അതാണ് ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത. വെറും 4 ദിവസം, പ്രസവം കഴിഞ്ഞ് 4 ദിവസം പ്രായമുള്ള ഒരു കുട്ടിയെയാണ് ഈ സിനിമയിൽ ഹീറോയായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് അത്രമാത്രം പ്രൊമോഷൻ ഇല്ല എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. ഈ സിനിമയ്ക്ക് അങ്ങനെ പ്രൊമോഷനല്ല ആവശ്യം. സിനിമ കണ്ടു കഴിയുമ്പോഴാണ് സിനിമയ്ക്ക് പ്രൊമോഷൻ ആവുന്നത്. അതാണ് ഈ സിനിമയുടെ പ്രത്യേകത എനിക്ക് മനസ്സിലായത്. സിനിമ കണ്ടു കഴിയുമ്പോൾ ഈ സിനിമയ്ക്ക് തന്നെ പ്രൊമോഷൻ ആവും. ഞാൻ പറയും അല്ലെങ്കിൽ അടുത്ത സിനിമ കൊള്ളാൻ കിട്ടുമെന്ന് കാണണം, കണ്ടാലേ ഈ സിനിമ മനസ്സിലാവുള്ളൂ എന്ന് പറയേണ്ട ഒരു സിനിമയായി മാറിയിട്ടുണ്ട്. അത് അരുൺ വർമ്മ ഗംഭീരമായിട്ട് അത് ഡയറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ BGM, നമ്മളെ ആ ഓരോ സിറ്റുവേഷനിൽ ആ കുറേ പോലീസ് വാഹനത്തിൽ ചേസിംഗ് ഒക്കെ ഉണ്ട്. ആ ചേസിങ്ങിലൊക്കെ BGM നമുക്ക് കിട്ടും. ആ കുട്ടിയെ കാണാതെ പോകുന്ന ഹോസ്പിറ്റലിനുള്ളിൽ ഉണ്ടാകുന്ന ഒരേ സംഭവങ്ങളിൽ അതിൻ്റെ BGM, അങ്ങനെ BGM നമ്മളെ പിടിച്ചിരുത്തുന്ന നിലയിലാണ്. ക്യാമറ വിഷ്വൽസ് അതും ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. മൊത്തത്തിൽ ഈ സിനിമ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളുമായിട്ട് മാതാപിതാക്കൾ പോയി കാണേണ്ട സിനിമ തന്നെയാണ്. എങ്കിലുള്ളൂ നമ്മുടെ കുട്ടികളുടെ ജീവിതം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിക്കുന്നു. ആ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ മാതാപിതാക്കൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതെല്ലാം സിനിമ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ലിസ്റ്റർ സ്റ്റീഫൻ നിരവധി സിനിമകൾ, 36ാമത് സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നു. ലിസ്റ്റനും ഇതിനകത്തൊരു ചെറിയ റോള് ചെയ്തിട്ടുണ്ട് എന്നതും പ്രത്യേകതയാണ്. എന്തായാലും സിനിമ ഒരു രീതിക്കും മാറ്റിവെക്കണ്ട. ഇത്തവണ 2026 ഒരു ഫാമിലിക്ക് ഉറപ്പായിട്ടും പോയി കാണാൻ പറ്റിയ 2026 സിനിമ, ആദ്യ സിനിമ എന്ന നിലയിലേക്ക് തന്നെയാണ് പ്രേക്ഷകർ മുമ്പിലേക്ക് ഈ സിനിമ വെച്ചിരിക്കുന്നത്. നമുക്ക് സിനിമയുടെ എല്ലാ ഭാഗങ്ങളും പറഞ്ഞു പോകാൻ കഴിയില്ല, ഒത്തിരി ഇതുണ്ട്. എനിക്കൊത്തിരി ഫീൽ ചെയ്തതുണ്ട്. ഈ കുട്ടിയുമായിട്ട് ലിജോയും സംഗീതിൻ്റെ ഒരു യാത്രയുണ്ട്. അത് ക്ലൈമാക്സിൽ ഒരു സീനുണ്ട് കുട്ടിയും ലിജോയുമായിട്ട്. ആ സീൻ നമുക്ക് വേദനിപ്പിക്കും. ഒരു കുട്ടിയെ എങ്ങനെയാണ് നോക്കേണ്ടത്, ആ കുട്ടിയെ എവിടെയൊക്കെയാണ്, ഭയങ്കര വെയിലത്തേക്കാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്, ഭയങ്കര സിറ്റിക്കുള്ളിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ആ കുട്ടി, ഞാൻ പറഞ്ഞ 4 ദിവസം പ്രായമുള്ള ഒരു കുട്ടിയെ ഷൂട്ട് ചെയ്യുമ്പോഴുള്ള ക്ഷമ ഭയങ്കരമായിരിക്കും കേട്ടോ സംവിധായകനുള്ളത്. അത് അഭിനയിക്കുന്ന കഥാപാത്രങ്ങൾക്കും അത്ര ക്ഷമ വേണം. അങ്ങനെയുള്ള ഒരു സിനിമ വിജയിച്ചില്ല പിന്നെ ഏത് സിനിമയാണ് വിജയിക്കുക? ഞാൻ നേരത്തെ പറഞ്ഞൊരു മെസ്സേജ്, ഗംഭീരമായ ഒരു മെസ്സേജ് ഈ സിനിമ തരുന്നുണ്ട്. ആ മെസ്സേജാണ് ഈ സിനിമയുടെ ഹൈലൈറ്റ്. ആ ബേബി ഗേളാണ് ഈ സിനിമയുടെ ഹീറോ. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയുടെ പ്രമോഷൻ കുറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പ്രമോഷൻ വേണ്ട ഈ സിനിമയ്ക്ക്. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ കാണുന്നവരാണ് പ്രമോഷൻ ചെയ്യേണ്ടത് എന്നതിന് യാതൊരു സംശയമില്ല. കേരള പോലീസിൻ്റെ ഒരു മികവാർന്ന അന്വേഷണം നടക്കുന്ന ഒരു സിനിമ. കേരള പോലീസിന് അഭിമാനിക്കാമെന്ന് പറയാനുള്ള കാരണം അതാണ്. അത്തരം രീതിയിലൊക്കെ പോകുന്ന സിനിമ. ബോബി സഞ്ജയ് പല കഥകൾ എഴുതിയിട്ടുണ്ടും ഇത്തരം ഒരു കഥകൾ ഇവരുടെ ആദ്യമായിരിക്കും. ഇവരുടെ കഥകളെല്ലാം നമുക്കറിയാം. ലിസ്റ്റർ സ്റ്റീഫൻ തുടങ്ങുന്ന ബോബി സഞ്ജയുടെ ട്രാഫിക് എന്ന സിനിമയിലൂടെയാണ്.
2026 സൂപ്പർ ഹിറ്റിലേക്ക് ബോബി സഞ്ജയ് കൂട്ടുകെട്ടെത്തി ഒരു സിനിമ വിജയിച്ചിരിക്കുന്നു. നിവിനെ ഇത് കാണുമ്പം എനിക്ക് ലാലേട്ടൻ്റെ പല സിനിമകളും ലാലേട്ടൻ ഭയങ്കര ഇന്നസെൻ്റായിട്ട് അഭിനയിച്ച സിനിമയുണ്ട്. ഒന്നുമല്ല ആ രീതിക്കുള്ള ഒരു നിവിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം നിവിൻ ഗംഭീരമായിട്ടുണ്ട്. എല്ലാവരും ഒന്നിനൊന്നിന് മെച്ചമായ സിനിമ. ബേബി ഗേൾ, ആ ബേബി ഗേളിലെ ഈ സിനിമയിലേക്ക് കൊടുത്ത ആ പേരൻസിനും ഒരു ബിഗ് സല്യൂട്ട്. അവർക്കെതിരെ വലിയ ആരോപണം ഉന്നയിക്കുന്നു, പണം വാങ്ങുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയുള്ള സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബമായതുകൊണ്ടാണ് ആ കുട്ടിയെ ആ സിനിമയിൽ അഭിനയിച്ച ആ കുട്ടിയെ ഓർത്തെങ്കിലും നിങ്ങളിങ്ങനെ ഒന്നും കമൻറ്റ് എഴുതരുതെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോളൂ. ബേബി ഗേളിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഫാമിലിയായിട്ട് തന്നെ പോയി കാണേണ്ട ഒരു ബെസ്റ്റ് ഫാമിലി ചിത്രം ബേബി ഗേൾ. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്ത് ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്. ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ. എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.